ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ഹെഡ്ഗേവാറിന്റെയും സവർക്കറുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഒരു ഘട്ടമുണ്ട്. ഒടുവിൽ ഡോക്ടർ ജി അംഗീകരിച്ച് മന്ത്രി എം പി രാജേഷ്. ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനി തന്നെ, പാലക്കാട്ട് തിരുത്തി പറഞ്ഞു മന്ത്രി. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിനേതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന, പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ മന്ത്രിമാരുടെ മാസ് ഡയലോഗിന് പുല്ലുവില. ഷൈൻ ടോം ചാക്കോയോട് പോലീസിന് ലാഘവ സമീപനം. പൊള്ളാച്ചിയിൽ പോയി ചോദ്യം ചെയ്യില്ല. കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് DCP. നടനെതിരായ കൊക്കെയിൻ കേസിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് അമ്മ. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം, ഇല്ലെങ്കിൽ പടിക്ക് പുറത്തെന്ന് മുന്നറിയിപ്പ്. പ്രിൻസിയുടെ ആരോപണങ്ങൾ സിനിമാ കോൺക്ലേവിൽ ചർച്ചയ്ക്ക്. ഒമാനിൽ കുടുങ്ങിയ 18 ഭാരതീയരും സുരക്ഷിതർ. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൊഴിൽ തട്ടിപ്പിനിരയായവരിൽ 6 മലയാളികളും. നന്ദി പറഞ്ഞു തൊഴിലാളികൾ. കൊല്ലത്ത് ബംഗ്ലാദേശി അറസ്റ്റിൽ. കരുനാഗപ്പള്ളിയിൽ പിടിയിലായത് മുഹമ്മദ് അൽ അമീൻ ഇസ്ലാം. വ്യാജരേഖകൾ പിടിച്ചെടുത്തു. അസം സ്വദേശി എന്ന ആധാർ കാർഡിൽ. എളിയവരുടെ അവകാശങ്ങളും ദരിദ്രരുടെ ന്യായമായ ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞത്തിൽ യേശുവിനെ പോലെ അനേകർ ഇന്ന് വ്യാപൃതരാണ്. തങ്ങളുടെ മുനമ്പത്തുകാർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതീകമെന്ന് ലത്തീൻ സഭ. മുനമ്പം പ്രശ്നപരിഹാരത്തിന് എല്ലാവർക്കും ഉത്തരവാദിത്വമെന്ന് കോഴിക്കോട് അതിരൂപത. ദുഃഖവെള്ളിയിൽ പീഡാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന. വാർഷികാഘോഷ ധൂർത്തിൽ മുങ്ങി സംസ്ഥാന സർക്കാർ. എന്റെ കേരളം പ്രദർശനമേളകളിൽ 1,65,00,000 ടൂറിസം സ്റ്റാളുകൾ. കാരവാന് മാത്രം 10 ലക്ഷം. ജനം എക്സ്ക്ലൂസീവ്. സമരം ഇരിക്കുന്നവരോട് സർക്കാരിന് കലിപ്പ്. പ്രതിഷേധക്കാരിൽ 3 പേർക്ക് മാത്രം നിയമന ശുപാർശ. ആകെ 45 പേർക്ക് ജോലി കിട്ടും. റാങ്ക് ലിസ്റ്റ് കാലാവധി നാളെ കൂടി. ജഗൻമോഹൻ റെഡ്ഡിക്കും ഡാൽമിയ സിമന്റ്സിനും തിരിച്ചടി. 800 കോടിയുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ED. ഡാൽമിയയുടെ 793 കോടിയുടെ ഭൂമിയും കണ്ടുകെട്ടി. നടപടി 14 വർഷത്തിന് ശേഷം. യമനിലെ ഇന്ധന തുറമുഖത്തിൽ അമേരിക്കൻ വ്യോമാക്രമണം. ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രത്തിൽ 33 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. വിശദാംശങ്ങളിലേക്ക് പോയാൽ കേശവ ബലിറാം ഹെഡ്ഗേവാറിനെ അംഗീകരിച്ച് മന്ത്രി എം പി രാജേഷ്. ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനിയെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യം സ്വാതന്ത്ര്യ സമരത്തിൽ ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടില്ലെന്നും പാലക്കാട് നഗരസഭാ കെട്ടിടത്തിന് പേര് നൽകുന്നത് ശരിയല്ല എന്നുമായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. ഹെഡ്ഗേവാറിന്റെയും സവർക്കറുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഒരു ഘട്ടമുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഒടുവിൽ മന്ത്രി തിരുത്തി പറഞ്ഞിരിക്കുന്നു, വിവരങ്ങൾ. വീണ, ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്താണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ മന്ത്രിയെ കണ്ട സമയത്തായിരുന്നു ഈ ഹെഡ്ഗേവാറുമായി ബന്ധപ്പെട്ട പാലക്കാട് നഗരസഭ ഒരു കെട്ടിടത്തിന് പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിയോട് ചോദിച്ചത്. ഈ സമയത്ത് മന്ത്രി എം പി രാജേഷ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ പേര് നൽകുന്നത് ശരിയല്ല, ഒരു സ്വാതന്ത്ര്യ സമരത്തിലോ ഒന്നും പങ്കെടുക്കാത്ത വ്യക്തിയാണ് ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ സമയത്താണ് നമ്മൾ ജനം TV മന്ത്രിയോട് ചോദിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനായ EMS നമ്പൂതിരിപ്പാട് എഴുതിയ
BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് EMS നമ്പൂതിരിപ്പാട് പറയുന്നുണ്ട് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഒരു ധീരദേശാഭിമാനിയാണ് എന്നും അദ്ദേഹം 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. അതായത് RSS രൂപീകരിച്ചതിന് ശേഷം 5 വർഷത്തിന് ശേഷം നടക്കുന്ന ആ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോഴാണ് മന്ത്രി പിന്നീട് തിരുത്തി അല്ലെങ്കിൽ മാറ്റി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിച്ചു. കേശവ് ബൽറാം ഹെഡ്ഗേവാർ മാത്രമല്ല വീർ സവർക്കർ ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ പിന്നീട് ഇവർ നിലപാട് മാറ്റി എന്ന തരത്തിൽ പിന്നീട് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് മന്ത്രി ഇന്ന് ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ ഈ ഇടതുപക്ഷവും മറ്റുമൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു കാര്യം ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു. ഏതായാലും അതിൽ കൃത്യമായ EMS എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു താത്വിക ആചാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ ഡോക്ടർ കേശവ് ബൽറാം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ ചോദിക്കുമ്പോഴാണ് പിന്നീട് പറയും നിലപാട് മാറ്റി. ആദ്യം സമരത്തിൽ പങ്കെടുത്തു, അല്ല അതിനുശേഷമാണ് പിന്നീട് അവർ നിലപാട് മാറ്റിയത്, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്നൊക്കെ തരത്തിൽ കാര്യങ്ങളെ വളച്ച് പിന്നീട് മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ മന്ത്രി MP രാജേഷിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. അതേസമയം തന്നെ MP രാജേഷ് മാത്രമല്ല മുൻ CPM-ന്റെ നേതാവായ മുൻ മന്ത്രി കൂടെ ആയ AK ബാലൻ ഉൾപ്പെടെ സമാന രീതിയിൽ ഈ ഹെഡ്ഗേവാറുമായി ബന്ധപ്പെട്ട് പേര് നൽകുന്ന കാര്യത്തിൽ ഇന്ന് പ്രതികരണം നടത്തിയിരുന്നു. AK ബാലനും സമാനമായ രീതിയിൽ ഈ പേരിടലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തിരുവനന്തപുരത്ത് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പേരിൽ 1991-92 കാലയളവിൽ ഒരു റോഡിന് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യും ഒക്കെ ഒരുമിച്ച് കൊണ്ടാണ് അവിടെ ആ ഒരു റോഡിന് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പേര് ഇട്ടത്. അന്നൊന്നും കോൺഗ്രസിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു വർഗീയ കലാപം ലക്ഷ്യമിട്ടാണ് എന്നുള്ളതായിരുന്നു AK ബാലൻ ഇന്ന് പ്രതികരിച്ചിരുന്നത്. ഓക്കെ, ശരിയായിരുന്നു. ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ചു കടന്ന നടൻ ഷൈൻ ടോം ചാക്കോ പൊള്ളാച്ചിയിലെന്ന് സൂചന. പൊള്ളാച്ചിയിലെ റിസോർട്ടിലുണ്ടെന്നാണ് ടവർ ലൊക്കേഷനുകൾ സൂചിപ്പിക്കുന്നത്. തിടുക്കപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. പൊള്ളാച്ചിയിലെത്തി ചോദ്യം ചെയ്യില്ലെന്ന് കൊച്ചി നാർക്കോട്ടിക് ACP അബ്ദുൽ സലാം പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ മടങ്ങിയെത്തിയ ശേഷം ചോദ്യം ചെയ്യും. പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫ് ടീം എത്തിയതറിഞ്ഞ് വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ കൊച്ചി നഗരത്തിലെ ഹോട്ടലിലെ 3-ാം നിലയിൽ നിന്ന് ചാടി ഓടിയ ഷൈൻ ടോം ചാക്കോ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്ന വാഹനത്തിൽ മറ്റൊരു നക്ഷത്ര ഹോട്ടലിലും അവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്കും കടന്നതായാണ് വിവരം. ഷൈൻ ടോം ചാക്കോയെ തമിഴ്നാട്ടിലെത്തി ചോദ്യം ചെയ്യില്ലെന്നും ഷൈനിന്റെ മുറിയിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും നാർക്കോട്ടിക് ACP അബ്ദുൽ സലാം പറഞ്ഞു. അയാൾക്കാർ കേസുകളൊന്നും NDPS കേസുകളൊന്നും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. മുറി പരിശോധിച്ചാൽ നമുക്ക് കോൺട്രാബാൻസ് ഒന്നും കിട്ടിയില്ല. കൂടെ ഉണ്ടായ ആൾ പരിശോധിച്ചാലൊന്നും നമുക്ക് മറ്റു ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ടൊരു തെളിവുകളൊന്നും മുറിയിൽ നമുക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ അയാൾ ഓടാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് അയാളെ കണ്ടെത്തി ചോദ്യം ചെയ്താലാണ് യഥാർത്ഥ ഓടാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. വേറൊരു ഡ്രഗ് പട്ടലർ നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു, ഡാൻസ് ഓഫിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഒരു ഡ്രഗ് പട്ടലർ. അപ്പോൾ അയാൾ ആ ഹോട്ടലിൽ ഉണ്ടെന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ ചെന്ന് പരിശോധിച്ച് രജിസ്റ്റർ നോക്കിയപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ മുറി എടുത്തായിട്ടൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഡ്രഗ് പട്ടലർ ഷൈൻ ടോം ചാക്കോ മുറിയിൽ ഉണ്ടാവും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ മുറി പരിശോധിച്ചത്. നഗരത്തിലെ പ്രധാന ലഹരി വിതരണക്കാരനെ തേടിയായിരുന്നു ഡാൻസ് ഓഫ് ടീം ഷൈൻ താമസിച്ച ഹോട്ടലിലെത്തിയത്. ഷൈനിനൊപ്പം ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നവരെയും ഷൈനിന്റെ മുറിയിലെത്തിയ യുവതികളിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. നടി പരാതിപ്പെട്ടാൽ മാത്രമായിരിക്കും എക്സൈസും അന്വേഷണം നടത്തുക. ജനം, കൊച്ചി. നടി വിൻസി അലോഷ്യസ് ഉന്നയിച്ച ആരോപണങ്ങൾ സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. നടൻ ഷൈൻ ടോം ചാക്കോ നടിയോട് മോശമായി പെരുമാറിയ സംഭവം സർക്കാർ അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നടി വിൻസി അലോഷ്യസിനോട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ മോശമായിട്ടുള്ള പെരുമാറ്റം സർക്കാർ അന്വേഷിക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. നടി അനുഭവിച്ച ഈ പ്രശ്നം വരുന്ന സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകൾ വെച്ചു പുലർത്താനാകില്ല. സിനിമാ മേഖലയിലെ നിയമവിരുദ്ധമായിട്ടുള്ള ലഹരി ഉപയോഗം തടയാൻ സിനിമയ്ക്കുള്ളിൽ നിന്നും തന്നെ പരിശ്രമിക്കണമെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയുണ്ടാകും. സിനിമാ സെറ്റിൽ മോശം അനുഭവം ഉണ്ടായ സംഭവത്തിൽ നടി പരാതി നൽകുകയും പിന്നീടത് വിവാദമാകുകയും ചെയ്തതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നിയമിച്ച ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം മന്ദഗതിയിലാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും പ്രവർത്തനം പാതി വഴിയിൽ തന്നെ. കഴിഞ്ഞ നവംബറിലാണ് സിനിമാ കോൺക്ലേവ് നടത്താനായി സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സിനിമാ മേഖലയിലെ ഗുരുതരമായ ലഹരി ഉപയോഗവും സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളും പരിഹരിക്കാനായി സർക്കാരിന് കോൺക്ലേവ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ സർക്കാർ പരാജയപ്പെടുമ്പോഴാണ് വരുന്ന കോൺക്ലേവിൽ വിൻസി
അലോഷ്യസ് ഉന്നയിച്ച പരാതികൾ ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. ജനം, തിരുവനന്തപുരം. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർന്ന പരാതിയിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. നടി വിൻസി അലോഷ്യസിന് പരാതിയില്ലെങ്കിലും എക്സൈസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷിക്കും. സിനിമാ സെറ്റിന് പ്രത്യേക പരിഗണനയില്ല. എല്ലാ മേഖലയിലും പരിശോധന നടത്തുമെന്ന് മന്ത്രി പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിനേതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകളുണ്ടാവും. ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിൻ്റെ പരിശോധനയും വിവരം തേടലും നടത്തും. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ താരസംഘടനയായ അമ്മ നിലപാട് കടുപ്പിക്കുന്നു. വിൻസിയുടെ പരാതിയിൽ ഷൈൻ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം. വിശദീകരണം ഇല്ലെങ്കിൽ പുറത്താക്കാൻ ജനറൽ ബോഡിക്ക് അച്ചടക്ക സമിതി ശുപാർശ നൽകുമെന്നും സംഘടന. കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഫിലിം ചേംബറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഷൂട്ടിംഗ് സെറ്റിൽ നടൻ ഷൈൻ ടോം ചാക്കോ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന വിൻസി അലോഷ്യസിന്റെ പരാതിയെ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് താരസംഘടനയായ അമ്മ കടക്കുന്നത്. നടിയുടെ പരാതിയിൽ താരസംഘടന കഴിഞ്ഞ ദിവസം ഷൈനിനോട് വിശദീകരണം തേടിയിരുന്നു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. വീഴ്ച വരുത്തിയാൽ നടനെ പുറത്താക്കാൻ ജനറൽ ബോഡിക്ക് അച്ചടക്ക സമിതി ശുപാർശ നൽകുമെന്നും സംഘടന വ്യക്തമാക്കി. നടി വിൻസിയുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരടങ്ങുന്ന അച്ചടക്ക സമിതിയെ അഡ്ഹോക് കമ്മിറ്റി നിയോഗിച്ചിരുന്നു. സിനിമാ മേഖലയിലെ മറ്റു സംഘടനകളും വിൻസിയുടെ പരാതിയിൽ നടപടിക്കൊരുങ്ങുകയാണ്. സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ഷൈൻ ടോം ചാക്കോ നടിക്കും സഹപ്രവർത്തകയ്ക്കുമെതിരെ ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറിയെന്നാണ് പരാതി ഉയർന്നത്. നടിയുടെ പരാതി പരിശോധിക്കാൻ തിങ്കളാഴ്ച ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. ജനം, കൊച്ചി. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക. വിചാരണ കോടതി ഉത്തരവ് വിശദമായി പരിശോധിച്ച ശേഷം ഉടൻ അപ്പീൽ നടപടികൾ സ്വീകരിക്കും. 2015 കേരളത്തിൽ തന്നെ ആദ്യമായി കൊക്കൈൻ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തത്. നടൻ ഷൈൻ ടോം ചാക്കോ, പെൺസുഹൃത്തുക്കൾ തുടങ്ങിയവരായിരുന്നു പ്രതികൾ. കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ നിന്നുമായിരുന്നു കൊക്കൈനുമായി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 8 പേരെ പിടികൂടിയത്. കേസ് ആദ്യഘട്ടത്തിൽ വലിയ ചർച്ചയായെങ്കിലും കോടതിയിൽ തള്ളിപ്പോയി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 11 കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 8 പ്രതികളെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് നിലവിൽ പ്രോസിക്യൂഷന്റെ തീരുമാനം. കേസ് തള്ളിപ്പോയതിലെ കാരണങ്ങളായി വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയതിലേറെയും പോലീസിന്റെ വീഴ്ചകളും പിഴവുകളുമായതുകൊണ്ട് തന്നെ ഉത്തരവ് വിശദമായി പരിശോധിച്ചാകും പഴുതുകൾ അടച്ചുകൊണ്ട് ഉടൻ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുക. കേസ് സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് പരിശോധിച്ചില്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്നും പോലീസ് പരിശോധിച്ചില്ല. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്നും കൊക്കൈൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞു. രഹസ്യവിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘവും കോടതിയിൽ തള്ളിപ്പറഞ്ഞുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പോലീസിനും സർക്കാരിനും തന്നെ നാണക്കേടായ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടതും ചർച്ചയായത്. വിചാരണ കോടതിയിൽ പോലീസ് തന്നെ അട്ടിമറിച്ച കേസിലാണ് മുഖം രക്ഷിക്കാനായി അപ്പീൽ നൽകുവാനുള്ള പ്രോസിക്യൂഷന്റെ തീരുമാനം. ജനം, കൊച്ചി. കണ്ണൂർ തളിപ്പറമ്പിലെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് CPM മുസ്ലിം ലീഗ് പോര് കനക്കുന്നു. മുസ്ലിം ലീഗ് വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് CPM അനുകൂല വഖഫ് സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. എന്നാൽ വഖഫ് വിഷയത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ലീഗിന്റെ വിമർശനം. തളിപ്പറമ്പ് നഗരത്തിൽ വ്യാപകമായി ആളുകൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ച് കുടിയിറക്ക ഭീഷണി നേരിടുന്നതിനിടെയാണ് അതിൽ രാഷ്ട്രീയം കളിക്കാൻ CPM-ഉം മുസ്ലിം ലീഗും രംഗത്തെത്തിയത്. വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് എന്നാണ് CPM ആരോപണം. സർ സെയ്ദ് കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇത്തരമൊരു ആരോപണവുമായി CPM രംഗത്തെത്തിയത്. എന്നാൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചവരെ കുറിച്ച് CPM ഒന്നും മിണ്ടിയില്ല. ഇതുവരെ ലീഗുകാർ ഈ പള്ളിയെ ഭരിച്ചിട്ട് പള്ളിയുടെ വഖഫ് ഭൂമി മറ്റൊരു ലീഗ് നേതാക്കൾ നയിക്കുന്ന അസോസിയേഷൻ
കൈവശപ്പെടുത്താൻ തന്റെ പേര് മാറ്റി വ്യാജരേഖയുണ്ടാക്കി പരിശ്രമിച്ചപ്പോൾ അത് പാടില്ലെന്ന് ഒരു കത്തെങ്കിലും എഴുതണ്ടേ? എന്നാൽ വഖഫ് വിഷയത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്ന പ്രതിരോധം. അവിടുത്തെ വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വം എന്ന് പറയുന്നതും CPM-നാണ്. അപ്പോൾ അതിലും ചില രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിലും ചില രാഷ്ട്രീയം. വഖഫ് വിഷയത്തിൽ CPM-ഉം ലീഗും പോരടിക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ച് കുടിയിറക്ക് ഭീഷണിയിലായവരാണ് പ്രതിസന്ധിയിലാകുന്നത്. ജനം, കണ്ണൂർ. ഉത്തർപ്രദേശിലെ കൗശംബിയിൽ 98 ഹെക്ടർ സർക്കാർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച വഖഫ് ബോർഡ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഭൂമി ഗ്രാമസമാജത്തിന്റെ അധീനതയിലുള്ളതാണെന്ന് കണ്ടെത്തി. വഖഫ് ഭേദഗതി നിയമം സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. കൗശംബയിൽ 98 ഹെക്ടർ ഭൂമിക്ക് മേലാണ് വഖഫ് ബോർഡ് അവകാശമുന്നയിച്ചത്. മുസ്ലിം പള്ളിക്കും മദ്രസയ്ക്കും ചുറ്റുമുള്ള 98 ഹെക്ടർ സ്ഥലം വർഷങ്ങളായി കൈകാര്യം ചെയ്യുന്നത് പ്രദേശത്തെ മുസ്ലിം കുടുംബങ്ങളാണെന്നും സർക്കാർ ഈ ഭൂമി പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് വഖഫ് ബോർഡിന്റെ ആരോപണം. എന്നാൽ ഈ ഭൂമി സർക്കാർ ഭൂമിയാണെന്നും ഗ്രാമസമാജത്തിന്റെ അധീനതയിലുള്ളതാണെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി ജില്ലാ മജിസ്ട്രേറ്റ് മധുസൂദൻ ഹുൽഗി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധിയും വഖഫ് ഭേദഗതി നിയമവും പരിശോധിച്ച് ഭൂമി വീണ്ടെടുക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് സൂചിപ്പിച്ചു. 0398 संख्यात्मक है, 98 हेक्टेयर है, वो आइडेंटिफाइड है, परंतु इस पर टीम गठित होगा और शासन के निर्देश के अनुसार और सुप्रीम कोर्ट के ऑर्डर्स के अनुसार ही अग्रिम कार्रवाई. फिर मैं वही कहना चाहूंगा, टीम गठित की गई है और जो भी शासन से निर्देश आएंगे और सुप्रीം കോർട്ട് के ऑर्डर्स होंगे उसी क्रम में कार्रवाई. വഖഫ് നിയമം ഭേദഗതി ചെയ്തതിലൂടെ ഉത്തർപ്രദേശിൽ വഖഫ് ബോർഡ് അവകാശമുന്നയിക്കുന്ന ഭൂമികളിൽ 98% സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ 57,792 സർക്കാർ ഭൂമികൾക്ക് മേൽ വഖഫ് ബോർഡ് അവകാശമുന്നയിച്ചു. റാംപൂർ, ഹർദോയ് തുടങ്ങിയ ജില്ലകളിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി പോലും വഖഫിന്റെ മറവിൽ കൈയേറാൻ ശ്രമിച്ചിരുന്നു. ജനം, ഡൽഹി. പശ്ചിമബംഗാളിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമത്തിനിരയായ ഹിന്ദു കുടുംബങ്ങളെ സന്ദർശിക്കാൻ ഗവർണർ CV ആനന്ദബോസ് മാൾഡയിലെത്തി. 2 ആഴ്ച മുമ്പ് നടന്ന അക്രമത്തിന് ഇരകളായവരുടെ വീടുകൾ സന്ദർശിക്കുന്ന ഗവർണർ ജില്ലാ ഭരണകൂടവുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. നാളെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമത്തിനിരയായ മുർഷിദാബാദിലുള്ള ഇരകളെ കാണുന്ന CV ആനന്ദബോസ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തും. ഡൽഹിയിലെത്തി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഗവർണർ അക്രമബാധിത മേഖലകൾ സന്ദർശിക്കാനെത്തിയത്. അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രത്യേക സംഘം മുർഷിദാബാദിൽ നടത്തുന്ന സന്ദർശനം തുടരുകയാണ്. സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം. മുസ്ലിങ്ങളെ പരിരക്ഷിക്കാൻ ഭാരതം തയ്യാറാകണമെന്ന് മുർഷിദാബാദ് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവിന്റെ പ്രസ് സെക്രട്ടറി നടത്തിയ പ്രസ്താവനയിലാണ് ഭാരതത്തിന്റെ മറുപടി. ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ബംഗ്ലാദേശ് സർക്കാരിനൊപ്പമേ ഭാരതം നിലകൊള്ളുകയുള്ളൂ എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീവ് ജയ്സ്വാൾ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലേതടക്കമുള്ള മുസ്ലിങ്ങളെ പരിരക്ഷിക്കാൻ ഭാരതം തയ്യാറാകണമെന്ന മുർഷിദാബാദ് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവിന്റെ പ്രസ് സെക്രട്ടറി ഷാഫിഖുൽ ആലം നടത്തിയ പ്രസ്താവനയാണ് ഭാരതത്തെ ചൊടിപ്പിച്ചത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് ഭാരതം നിരന്തരം ആവശ്യമുയർത്തുമ്പോൾ അതിന് മറയിടാനാണ് ഇത്തരം പ്രസ്താവനകൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശിന്റെ പ്രസ്താവനയെ തള്ളി വിദേശകാര്യ മന്ത്രാലയം സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും തുറന്നടിച്ചു. ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ബംഗ്ലാദേശ് സർക്കാരിനൊപ്പമേ ഭാരതം നിലകൊള്ളൂവെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. Several times we have said that, and this was repeated when our Prime Minister met the Chief Advisor in Bangladesh. India looks forward to having a positive and constructive relationship with Bangladesh. We stand for a democratic, for an inclusive and for a prosperous Bangladesh. ഭാരതത്തിലെ വിമാനത്താവളങ്ങൾ വഴിയോ തുറമുഖങ്ങൾ മുഖേനയോ റോഡ് മാർഗമോ ബംഗ്ലാദേശ് നടത്തിയിരുന്ന ചരക്ക് നീക്കങ്ങൾ തടഞ്ഞ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഉത്തരവിറക്കിയത് ബംഗ്ലാദേശിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ബംഗ്ലാദേശിന്റെ കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെയാണ് ഭാരതത്തിനെതിരെ ആക്ഷേപങ്ങൾ നടത്താൻ ബംഗ്ലാദേശ് മുതിർന്നത്. ജനം, ഡൽഹി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും ഡാൽമിയ സിമൻസിനും തിരിച്ചടി. ഡാൽമിയ സിമൻസിന്റെ 793 കോടിയുടെ ഭൂമി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഡാൽമിയ സിമൻസിൽ ജഗൻമോഹനുള്ള 27.5 കോടി രൂപയുടെ ഓഹരികളും ഇഡി പിടിച്ചെടുത്തു. 2011 CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് 14 വർഷത്തിന് ശേഷം ED നടപടിയുണ്ടായത്.
ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാജശേഖർ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജഗന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി സിമന്റ്സ്, രഘുറാം സിമന്റ്സ് എന്നീ കമ്പനികളിൽ ഡാൽമിയ സിമന്റ്സ് നിക്ഷേപം നടത്തിയിരുന്നു. ഇതിനു പകരമായി ജഗൻ വഴി കടപ്പയിൽ 407 ഹെക്ടർ ഭൂമിയിൽ ഖനനാനുമതി ഡാൽമിയ സിമന്റ്സ് നേടിയെടുത്തതായാണ് CBIയും EDയും കണ്ടെത്തിയത്. 2010 ജഗൻമോഹൻ റെഡ്ഡി, വിജയ് സായി റെഡ്ഡി, പുനീത് ഡാൽമിയ എന്നിവർ ചേർന്ന് രഘുറാം സിമന്റ്സിന്റെ ഓഹരികൾ പാർഫിസിം എന്ന ഫ്രഞ്ച് കമ്പനിക്ക് വിറ്റിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച 135 കോടി രൂപയിൽ 55 കോടി രൂപ ജഗൻമോഹൻ റെഡ്ഡിക്കാണ് ലഭിച്ചത്. ഈ പണം ഹവാല ഇടപാടിലൂടെയാണ് ഭാരതത്തിലേക്ക് കടത്തിയതെന്നും മൊത്തം ഇടപാടുകൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. ഇതിന്റെ തുടർച്ചയായാണ് 14 വർഷത്തിനു ശേഷം ഡാൽമിയ സിമന്റ്സിന്റെ 793 കോടി രൂപ വില വരുന്ന ഭൂമിയും ഡാൽമിയ സിമന്റ്സിൽ ജഗൻമോഹൻ റെഡ്ഡിക്കുള്ള 27.5 കോടി രൂപയുടെ ഓഹരികളും ED പിടിച്ചെടുത്തത്. ജനം, ഡൽഹി. JNU വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ABVP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വനിതാ നേതാവ് ശിഖ സ്വരാജാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. നിട്ടു ഗൗതം വൈസ് പ്രസിഡന്റായും, കുനാൽ റായ് ജനറൽ സെക്രട്ടറിയായും, വൈഭവ് മീണ ജോയിന്റ് സെക്രട്ടറിയായും മത്സരിക്കും. ഈ മാസം 25-നാണ് JNUവിൽ തെരഞ്ഞെടുപ്പ്. ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ ഇന്ധന തുറമുഖത്തിന് നേർക്ക് വ്യോമാക്രമണം നടത്തി US. യമനിലെ റാസ് ഇസ ഫ്യൂവൽ പോർട്ടിലാണ് ആക്രമണം നടത്തിയത്. 33 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത്. ഹൂതികളുടെ ഇന്ധന വിതരണ ശൃംഖല തകർക്കുകയായിരുന്നു ലക്ഷ്യം. ആക്രമണം US സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് സർവകലാശാലയിൽ ഉണ്ടായ വെടിവയ്പിൽ രൂക്ഷ പ്രതികരണവുമായി ഡൊണാൾഡ് ട്രംപ്. സംഭവത്തെ ഭയാനകമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ആക്രമിച്ചത് ലജ്ജാകരമായ കാര്യമാണെന്നും പറഞ്ഞു. ഇത് ഭയാനകമാണ്, വെടിവെപ്പ് ലജ്ജാകരമാണ് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. തോക്ക് നിയന്ത്രണത്തിനുള്ള നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കുമോ എന്ന ചോദ്യത്തിനും ട്രംപ് മറുപടി നൽകി. നിയമനിർമ്മാണം വളരെ കാലമായി നടക്കുന്നുണ്ടെന്നും തനിക്ക് രണ്ടാം ഭേദഗതിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. Well, I'm going to have to look. I'm a big advocate of the Second Amendment. I have been from the beginning. I protected it, and these things are terrible. But the gun doesn't do the shooting. The people do. It's a phrase that's used probably too often. I will tell you that it's a shame. I'm just hearing about it now. I just hear about it. I know the area very well. I know the school very well. I know everything about it. It's Florida. And we'll have more to say about it later. I have to see what happens. Only in terms of what happened. As far as legislation is concerned, this has been going on for a long time. I have an obligation to protect the Second Amendment. I ran on the Second Amendment among many other things. And I will always protect the Second Amendment. സർവകലാശാലയിൽ തോക്കുമായി എത്തിയ വിദ്യാർത്ഥിയാണ് 2 പേരെ വെടിവെച്ചു കൊന്നത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസുകാരന്റെ മകൻ കൂടിയാണ് വെടിയുതിർത്ത വിദ്യാർത്ഥി. ഇയാളെ പോലീസ് വെടിവെച്ചു വീഴ്ത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം. ചൈനയുമായുള്ള താരിഫ് തർക്കം പരിഹരിക്കാൻ ചർച്ചകൾ ആരംഭിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നേരിട്ട് ചർച്ചകൾ നടത്തുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി പ്രതികരിക്കാൻ ട്രംപ് തയ്യാറായില്ല. അങ്ങനെ സംഭവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഇപ്പോൾ ഉചിതമാകില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാകുമെന്നും ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ചൈനയ്ക്ക് ട്രംപ് ഭരണകൂടം 245% താരിഫ് ഉയർത്തിയത്. ആദ്യം 145% ചൈനയും താരിഫ് ഉയർത്തിയതോടെ 245% വർദ്ധിപ്പിക്കുകയായിരുന്നു. കീവിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക് കമ്പനിക്ക് നേരെ ആക്രമണം നടത്തിയെന്ന യുക്രൈൻ്റെ ആരോപണം നിഷേധിച്ച് റഷ്യ. ഡൽഹിയിലെ റഷ്യൻ എംബസിയാണ് ഇത് സംബന്ധിച്ച പ്രതികരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ കീവിലെ വെയർഹൌസിന് നേർക്ക് ആക്രമണമുണ്ടായത്. കെട്ടിടത്തിലെ തീയണയ്ക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. എന്നാൽ യുക്രൈൻ്റെ വ്യോമ പ്രതിരോധ മിസൈൽ പതിച്ചതാവാനാണ് സാധ്യതയെന്നും റഷ്യൻ എംബസി പ്രതികരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വ്യാജരേഖകളുമായി ബംഗ്ലാദേശി അറസ്റ്റിൽ. മുഹമ്മദ് അൽ അമീൻ ഇസ്ലാമാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഇന്ത്യൻ പൗരനാണെന്ന വ്യാജേന കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങരയിലെ ഫ്ലോർ മില്ലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. ഇയാളിൽ നിന്ന് അസം സ്വദേശിയാണെന്ന് കാണിക്കുന്ന വ്യാജ ആധാർ കാർഡും പോലീസ് പിടിച്ചെടുത്തു. പാസ്പോർട്ടോ മറ്റ് മതിയായ രേഖകളോ ഇയാളുടെ പക്കലില്ല. ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തൊഴിൽ തട്ടിപ്പിനിരയായി ഒമാനിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഭാരതീയരെ രക്ഷപ്പെടുത്താൻ അടിയന്തരമായി ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ്. 6 മലയാളികളടക്കം 18 ഭാരതീയരാണ് ഒമാനിൽ കുടുങ്ങിയത്. 9 പേർ തെലങ്കാനയിൽ നിന്നും 3 പേർ UP സ്വദേശികളുമായിരുന്നു.
3 മാസമായി ശമ്പളമില്ലെന്നും 2 ദിവസമായി ഭക്ഷണവും താമസവും ഇല്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. തുടർന്ന് ഇവർ ഇമെയിൽ വഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതനുസരിച്ച് സന്നദ്ധ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ഇടപെട്ട് ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. വെൽഡിംഗ് ജോലിക്കാണ് എത്തിച്ചതെന്ന് തൊഴിലാളികൾ ജനം ടിവിയോട് പറഞ്ഞു. ഞങ്ങളെ കൊണ്ടുവന്നത് ആർക്ക് വെൽഡിംഗ് ജോലിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവർ നമ്മളത് പറഞ്ഞത് ഇവിടെ ആർക്ക് വെൽഡിങ്ങിന്റെ ജോലിയില്ല, നിങ്ങൾ ക്ലീനിങ്ങിന് പോകണം എന്നാ പറഞ്ഞത്. നിർബന്ധിച്ചു. നമ്മുടെ വിസയിലും ക്ലീനിങ്ങിന് അടിച്ചത് നമ്മൾ അറിയത്തില്ലായിരുന്നു. നമ്മളത് ആദ്യമേ ഏജന്റിനോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് പെട്ടെന്ന് വിസ കിട്ടാൻ വേണ്ടി അങ്ങനെ അടിച്ചതാണ്, നിങ്ങളുടെ ജോലി അതല്ലാതെ പറഞ്ഞു. ഓഫർ ലെറ്ററിൽ നമുക്ക് തന്നത് വെൽഡറിന്റെ ഇതാണ് തന്നത്, ആർക്ക് വെൽഡിങ്ങിന്റെ ആണ് ഓഫർ ലെറ്റർ തന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവർ നമ്മളത് പറഞ്ഞ് ക്ലീനിങ്ങിന് ഇറങ്ങണമെന്ന്. പിന്നെ ഇത്രയും പേര് ഒരുമിച്ചുള്ളതുകൊണ്ട് ആരും ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. ഇമെയിൽ അയച്ച അരമണിക്കൂറിനുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും ഇടപെടൽ ഉണ്ടായതായി ഒമാനിൽ കുടുങ്ങിയ തൊഴിലാളികൾ പറഞ്ഞു. 2 ദിവസമായി താമസിക്കാൻ മുറിയും ഭക്ഷണവും ഇല്ലാതിരുന്ന ഇവർക്ക് ജനം TV റിപ്പോർട്ടാണ് സഹായമൊരുക്കിയത്. ഒരുപാട് തവണ നമ്മളത് പല രീതിയിൽ കള്ളത്തരം കാണി, നമുക്ക് ടെസ്റ്റ് തരാതെ ഫെയിലാണെന്ന് പറയുകയും അങ്ങനെയൊക്കെ കുറേ രീതിയിൽ ഇവർ നമ്മളെ ഇതിനകത്തൊരു നിയമപരമായിട്ട് ഇത് കുരുക്കാൻ വേണ്ടി അവർ നോക്കി. അതിനുശേഷം ഒന്നും പറ്റാതെ വന്നപ്പം ഇവർ നമുക്ക് വന്നിട്ട് 3 മാസത്തോളം ആവാറാവും. നമുക്ക് ഇതുവരെ സാലറി പോലും തന്നില്ലായിരുന്നു. എംബസി കംപ്ലൈൻറ്റ് ചെയ്തു. എംബസി കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം നാട്ടിലെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചു. സത്യം പറയാലോ, മെയിൽ അയച്ചിട്ട് അരമണിക്കൂർ പോലും ആയി. അതിന് മുമ്പേ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വന്നു. കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് ഇതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് നമ്മൾ സമാധാനമായിട്ടിരിക്കാനും പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ രാവിലെ എംബസി നമ്മളെ കൊണ്ട് വിളിപ്പിച്ചു. നമ്മുടെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തു. നമ്മൾ വന്ന ഏജന്റിനെ അവർ വിളിപ്പിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. ശേഷം ഇന്നലെ ഞങ്ങൾ ഈ എംബസി അറിയിച്ചതിൻ്റെ ദേഷ്യത്തിന് ഞങ്ങളുടെ ഫുഡിൻ്റെ കാർഡ് കട്ട് ചെയ്തു. ഞങ്ങളെ കമ്പനിയിൽ നിന്ന് അവർ പുറത്താക്കി. റൂമും വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളെ പുറത്താക്കി. ഞങ്ങൾ പമ്പിൻ്റെ അവിടെ കൊണ്ട് അവർ ഇറക്കി വിട്ടായിരുന്നു. ഞങ്ങൾ അതിനനുസരിച്ച് ഇവിടെ വന്നപ്പം മെസ്സേജ് അയച്ചു പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്നു, പക്ഷേ ഞങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. അപ്പോൾ തന്നെ ഉടനെ തന്നെ മറ്റേ ജനം TVയിൽ സാർ അവിടുന്ന് തന്നെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് ജനം TVയുടെ റിപ്പോർട്ടറായിട്ടുള്ളൊരു ചേട്ടൻ മുഖാന്തരം ഇവിടുത്തെ സോഷ്യൽ വർക്കർമാരും ബാക്കി 1-2 സംഘടനാ ആളുകളും വന്ന് നമ്മളെ കാണുകയും നമുക്കുള്ള ആഹാരം വാങ്ങിച്ചു തരികയും സുരക്ഷിതമായിട്ട് ഇപ്പം 2 സ്ഥലങ്ങളിലെത്തി 18 പേരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ദിവസങ്ങളിൽ എംബസിയിലേക്കുള്ള സകല കാര്യങ്ങളും അവർ നീക്കി തരാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മുനമ്പം ജനത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതീകമാണെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ചേനറ്റോ. മുനമ്പം ജനതയുടെയും മലയോര മേഖലയിലെ ജനങ്ങളുടെയും ആശമാരുടെയും ഒപ്പം ചേരണം. ഇതാണ് ക്രൂശിതരെന്നും തോമസ് ചേനറ്റോ പറഞ്ഞു. എളിയവരുടെ അവകാശങ്ങളും ദരിദ്രരുടെ ന്യായമായ ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞത്തിൽ യേശുവിനെ പോലെ അനേകർ ഇന്ന് വ്യാപൃതരാണ്. തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ, ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ഇതാണ് ക്രൂശിതൻ ഉയർത്തുന്ന വെല്ലുവിളി. മുനമ്പം പ്രതിഷേധത്തെ അവഗണിച്ച ഇടത് വലത് മുന്നണികൾക്കുള്ള മറുപടിയുമായി കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുനമ്പത്തെ 610 കുടുംബങ്ങൾ വേദനയിലാണ്. അത് പരിഹരിക്കേണ്ട കടമ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എല്ലാ പാർട്ടിക്കാർക്കുമുണ്ട്. വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, മുനമ്പത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നതാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 610 കുടുംബങ്ങൾ ദുഃഖിതരാണ്, വേദനയിലാണ്. അവർക്കൊരു ബാങ്കിൽ പോയിട്ടൊരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷനൊന്നും ശരിക്ക് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കുമുണ്ട്. അതായത് അവരുടെ പ്രശ്നം ഒരു യഥാർത്ഥ പ്രശ്നമായി കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് തീർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്.
അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി ശ്രമിച്ച് പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടും ഒക്കെ പറഞ്ഞ് അത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒരു ജുഡീഷ്യൽ കാര്യമായതുകൊണ്ട് ഇപ്പോൾ അധികം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ഇനിയിപ്പോൾ കോടതിയുടെ കയ്യിൽ വന്ന കാരണം കോടതിയായിരിക്കും തീരുമാനങ്ങളെല്ലാം അറിയിക്കുന്നത്. ക്ഷമയുടെ സംസ്കാരമാണ് ക്രിസ്തു പകർന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ. കുടുംബങ്ങളെയും രാജ്യങ്ങളെയും രക്ഷിക്കാൻ ക്ഷമയുടെ സംസ്കാരമാണ് വേണ്ടത്. രാജ്യത്ത് പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. പരസ്പരം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്ത് മനുഷ്യരാശി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര പുരോഗതി ഉണ്ടാകുമെന്നും അദ്ദേഹം ചോദിച്ചു. യുദ്ധങ്ങൾ കാരണം നിരവധി രാജ്യങ്ങളാണ് നശിച്ചു പോകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഓരോ രാജ്യങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമാണത്. ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ്. ഒരു രാജ്യങ്ങളെയും രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ്. നമ്മുടെ രാജ്യത്ത് നോക്കിയ പല ഭീകര പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മനുഷ്യന് സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പരസ്പരം ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രമാത്രം പുരോഗതി ഉണ്ടാവും. യുദ്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തനി ഭ്രാന്താണ്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ബോംബുകളിട്ട് നശിപ്പിക്കുക. എത്ര രാജ്യങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. ദൈവം മനുഷ്യന് ഇതുപോലെയുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യരാശിയെ പുരോഗമിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ആ മനുഷ്യരുടെ ഇടയിലേക്ക് ഓരോ രാജ്യങ്ങളും ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഓരോ രാജ്യത്തെയും നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിന് പകരം ഉള്ള പണം മുഴുവനും ഈ യുദ്ധത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച് നമ്മുടെ ലോകത്തെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പം മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹാവശ്യം, വിട്ടുവീഴ്ചകളുടെ ഒരു മനോഭാവം. 68 ദിവസമായി ഭരണസ്ഥിരാ കേന്ദ്രത്തിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഇന്നും ദുഃഖദിനമാണ്. ഈ ദുഃഖവെള്ളി ദിനവും പ്രതീക്ഷയോടെ തള്ളി നീക്കുകയാണ് ആശാ വർക്കർമാർ. ദുഃഖവെള്ളി ആചരിക്കുന്ന ഇന്ന് വിവിധ പരിപാടികളാണ് ആശമാർ സമരവേദിയിൽ ഒരുക്കിയത്. അവഗണനയും അവഹേളനവും നേരിട്ടെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികളാണ് ഇന്ന് ആശാ സമരവേദിയിൽ സംഘടിപ്പിക്കുക. സമരത്തിലാണ്, ആത്മപീഡയുടെ ഒരു സമരത്തിലാണ്. അതൊരു പൊതുവായുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെയും ഒരു സഹന സമരം തന്നെയാണ്. വളരെയധികം പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ നേരിട്ടുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു പോരാട്ടത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾ ആശാവർക്കർ എന്നുള്ളത് മാത്രമല്ല, തൊഴിലാളികൾ പണിയെടുക്കുന്നവന് അവൻ്റെ ആവശ്യങ്ങൾക്ക് മേൽ അവൻ്റെ കൂലി കൂടുതലിനും അതുപോലെ അവന് മനുഷ്യനായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായും തൊഴിലാളികളുടെ യോജിപ്പും ഐക്യവും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകും. ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് പടിക്കലെ രാപ്പകൽ സമരം 68-ാം ദിവസവും നിരാഹാര സമരം ഈ ആഴ്ച 30-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാർ അവഗണന തുടരുകയാണ്. ഏപ്രിൽ 21-ന് ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ആദരമർപ്പിക്കുമെന്ന് ആശമാർ അറിയിച്ചിരുന്നു. ക്രിസ്തു അനുഭവിച്ച പീഡാനുഭവങ്ങൾ പോലെ തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡാനുഭവങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പ് ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആശാവർക്കർമാർ. ജനം, തിരുവനന്തപുരം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സമരരംഗത്തുള്ള 3 വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് നിയമന ശുപാർശ നൽകി. വിവിധ വിഭാഗങ്ങളിലായി 45 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിയമന ശുപാർശ നൽകിയത്. അതേസമയം അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ അഡ്വൈസ് ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മക വോട്ടെടുപ്പ് സമരം നടത്തി. തൊടുപുഴ തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശ് പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. വയനാട് പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയിൽ.
എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ്റ്റേറ്റ് ഉടമകൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി ഏറ്റെടുക്കരുതെന്നാണ് ആവശ്യം. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നഷ്ടം നികത്താൻ പര്യാപ്തമായ തുകയല്ല സർക്കാർ കെട്ടിവച്ചതെന്ന് വ്യക്തമാക്കുന്ന ഹർജിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിന് പിന്നിൽ വകുപ്പിലെ 5-അംഗ സംഘമെന്ന് സൂചന. ക്ലർക്ക് സംഗീതിനൊപ്പം തട്ടിപ്പിന് നേതൃത്വം നൽകിയതിൽ ലോട്ടറി വകുപ്പിലെ ഉന്നതനുമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ആഭ്യന്തര അന്വേഷണ സംഘം വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. അർദ്ധവാർഷിക ഓഡിറ്റിൽ തട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ ക്യാഷ് ബുക്കിലും കൃത്രിമത്വം വരുത്തി. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2 കോടിയോളം രൂപ ജീവനക്കാരൻ തട്ടിയെടുത്ത സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ലോട്ടറി വകുപ്പിലെയും ക്ഷേമനിധി ബോർഡിലെയും 5-അംഗ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് കണ്ടെത്തിയതായാണ് സൂചന. ലോട്ടറി വകുപ്പിലെ ഉന്നതനടക്കം തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഇത് സംബന്ധിച്ച റിപ്പോർട്ടും ആഭ്യന്തര അന്വേഷണ സംഘം വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ചു. അതേസമയം ക്ലാർക്കായ സംഗീത് തട്ടിപ്പ് നടത്തിയ രീതിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. വകുപ്പിൽ വർഷത്തിൽ 2 തവണ നടക്കുന്ന ഓഡിറ്റിംഗിൽ നിന്നും അതിസമർത്ഥമായാണ് തട്ടിപ്പ് മറച്ചുപിടിച്ചിരുന്നത്. സാധാരണഗതിയിൽ ചെക്ക് മാറുമ്പോൾ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതാണ് പതിവ്. ഓഡിറ്റ് സമയത്ത് കൈവശപ്പെടുത്തിയ ചെക്കിന്റെ വിശദാംശങ്ങൾക്ക് പകരം വ്യാജ വിവരങ്ങൾ ക്യാഷ് ബുക്കിൽ ഉൾപ്പെടുത്തിയാണ് ഓഡിറ്റ് വിഭാഗത്തെയും കബളിപ്പിച്ചിരുന്നത്. അന്വേഷണം വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ ഫയലുകൾ നശിപ്പിച്ചു. ഓഫീസ് ഫയലുകൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് സംഗീതിന്റെ പതിവാണെന്നും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. സർക്കാരിന്റെ വാർഷികാഘോഷ ധൂർത്ത് തുടരുന്നു. എന്റെ കേരളം പ്രദർശനമേളകളിൽ 1.65 കോടി ചെലവാക്കി ടൂറിസം സ്റ്റാളുകൾക്ക് പുറത്ത് കാരവൻ പ്രദർശിപ്പിക്കാൻ 10 ലക്ഷം രൂപയും വകയിരുത്തി ടൂറിസം വകുപ്പ്. പരസ്യങ്ങൾക്കും പരിപാടികൾക്കുമായി 25 കോടി അനുവദിച്ചത് നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നു. വിവിധ വകുപ്പുകളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണം അനുവദിക്കുന്നതിന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങൾ. 5-6 തവണ കത്തയച്ചാലും സംസ്ഥാനത്തെ ധനപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഫയൽ മടക്കുന്നതും പതിവ്. എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ ധൂർത്തിന് പണം അനുവദിക്കാൻ മാത്രം മടി ഏതുമില്ല. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതലങ്ങളിൽ നടക്കുന്ന പ്രദർശനമേളകളിൽ ടൂറിസം വകുപ്പിന്റെ സ്റ്റാൾ ഒരുങ്ങുന്നത് 1.65 കോടി രൂപയ്ക്ക്. സ്റ്റാളുകൾക്ക് പുറത്ത് കാരവാൻ ടൂറിസത്തിന്റെ ഭാഗമെന്ന പേരിൽ കാരവാനുകൾ പ്രദർശിപ്പിക്കുന്നതിനും 10 ലക്ഷം രൂപ അനുവദിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ധൂർത്തുകൾക്ക് പണം അനുവദിക്കുന്നതിലും സർക്കാരിന് അസാമാന്യമായ വേഗമുണ്ട്. 9, 10 തീയതികളിൽ നൽകിയ പ്രപ്പോസലുകൾക്ക് പരമാവധി 6 ദിവസത്തിനുള്ളിലാണ് സർക്കാർ അനുമതി നൽകിയത്. എന്റെ കേരളത്തിന്റെ പരസ്യങ്ങൾക്കും പരിപാടികൾക്കുമായി 25 കോടി അനുവദിച്ചത് നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. എൻ പ്രശാന്തിനെതിരെയുള്ള തുടർ നടപടികളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. ഹിയറിംഗിന്റെ ഫയൽ ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറും. നടപടികൾ അനുകൂലമല്ലെങ്കിൽ പ്രശാന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ എൻ പ്രശാന്ത് ഹാജരായതിന് പിന്നാലെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലെ സമീപിക്കുന്ന കാര്യം പരിഗണനയിൽ വരുന്നത്. എൻ പ്രശാന്തിന്റെ വിഷയത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടണമെന്ന് സ്ക്രൂട്ടനിംഗ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിയറിംഗിന്റെ ഫയൽ ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. IAS തലപ്പത്തുള്ള ചേരിപ്പോര് സർക്കാരിന് തന്നെ നാണക്കേടായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നത്. ഹിയറിംഗിന് ഹാജരാകാൻ പ്രശാന്ത് നേരത്തെ ചില ഉപാധികൾ ചീഫ് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ചിരുന്നു. ഹിയറിംഗ് ലൈവായി കാണിക്കണമെന്നും റെക്കോർഡ് ചെയ്യണമെന്നുമായിരുന്നു ആവശ്യം. ചീഫ് സെക്രട്ടറിക്കെതിരെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെയും ഗുരുതരമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതും പരസ്യ പരാമർശവുമാണ് എൻ പ്രശാന്തിനെതിരെ വകുപ്പ് തല നടപടിയെടുക്കാൻ കാരണമായത്. ജനം, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ SFIO പിടിച്ചെടുത്ത ഡയറി ഇഡിക്ക് ലഭിച്ചില്ല. മാസപ്പടി ഡയറിയും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ഇഡി വീണ്ടും വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും. SFIO റിപ്പോർട്ട് പരിശോധിച്ച് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് സഹായകരമാകുന്ന രേഖകൾക്കായാണ് വീണ്ടും അപേക്ഷ നൽകുക. ശനിയാഴ്ച അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകും. വിവാദ കരിമണൽ കമ്പനിയായ CMRൽ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ മാസപ്പടിയുടെ വിവരങ്ങളാണ് മാസപ്പടി ഡയറിയിലുള്ളത്. എല്ലാവരുടെയും ചുരുക്കപ്പേരുകളിൽ രേഖപ്പെടുത്തിയ മാസപ്പടി കണക്കുകളുള്ള ഡയറി SFIO പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിന്റെ പകർപ്പുകൾ ഇഡിക്ക് ലഭിച്ചിട്ടില്ല. കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന ഇഡി അന്വേഷണത്തിന് സഹായകരമാകുന്ന അനുബന്ധ രേഖകൾ കൂടി ആവശ്യപ്പെട്ട് ശനിയാഴ്ച വിചാരണ കോടതിയായ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകും. SFIO കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇഡിക്ക് ലഭിച്ചിരുന്നു. ഈ റിപ്പോർട്ട് അന്വേഷണ യൂണിറ്റ് പരിശോധിച്ചു വരികയാണ്.
നേരത്തെ ROC ആദായനികുതി വകുപ്പ് അന്വേഷണങ്ങൾക്ക് പിന്നാലെ EDയും അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും കള്ളപ്പണ നിരോധന നിയമപ്രകാരം EDയുടെ അന്വേഷണ പരിധിയിലേക്ക് കേസെത്തുന്നതിന് മറ്റ് അന്വേഷണ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത കേസ് കൂടി ഉണ്ടായിരിക്കണം. ഇതനുസരിച്ചാണ് SFIO കേസും കുറ്റപത്രവും അടിസ്ഥാനമാക്കി ED അന്വേഷണം ഊർജിതമാക്കിയത്. റിപ്പോർട്ടിലെ സാക്ഷിമൊഴികൾ പരിശോധിച്ച് പ്രധാന സാക്ഷികൾക്ക് ആദ്യം സമൻസ് നൽകും. ഇതിനുശേഷം SFIO കേസിലെ പ്രധാന പ്രതികളെയും ചോദ്യം ചെയ്യും. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതികളായ CMRലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കൊച്ചി. ജില്ലാ സെക്രട്ടറിയോട് ഉച്ചത്തിൽ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് പറഞ്ഞ് CITU നേതാവിനെ പുറത്താക്കി. CITUയുടെ ഹെഡ്ലോഡ് വടകര ഏരിയ വൈസ് പ്രസിഡന്റ് K മനോജിനെതിരെയാണ് നടപടി. തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിനിടെയാണ് ജില്ലാ സെക്രട്ടറിയോട് കയർത്തത്. എന്നാൽ ജനാധിപത്യ രീതിയിൽ സംസാരിച്ചതിന് സംഘടനാ ചുമതലയിൽ നിന്ന് പുറത്താക്കുകയല്ല വേണ്ടതെന്ന് മനോജ് ജനം TVയോട് ടെലിഫോണിൽ പ്രതികരിച്ചു. ഒരു പുറത്താക്കൽ നടപടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ അതിന് പിന്നിലൊരു കാരണം എന്ന് ഒന്ന് പ്രതികരിക്കാമോ? നിലവില് ഒരു യോഗത്തിൽ നടന്നൊരു വിഷയമാണിത്. നിലവിൽ യോഗത്തിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ച് ഒരു പൊതുപ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിലെ വിഷയമാണിത്. അതിന്റെ മുകളിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് എന്നെ പുറത്താക്കുന്നത്. ജനാധിപത്യ രീതിയിൽ ഒരു യോഗത്തിൽ ചർച്ച നടത്തുമ്പോൾ അയാളെ തിരുത്തിക്കേണ്ട ഉത്തരവാദിത്വം അടുത്ത ഘടകങ്ങൾക്കുണ്ട്. അല്ലാതെ പുറത്താക്കൽ നടപടി പ്രത്യേകിച്ച് ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രസ്ഥാനത്തിന് നടക്കൂല, യോജിച്ചതല്ല. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഇനി ഈ നടപടിയെ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നടപടി എന്തായാലും ഞാൻ ഈ പാർട്ടിയിലും ഈ തൊഴിലാളി സംഘടനയിലും വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ത് തന്നെയാലും അത് ശിരസ വഹിക്കുന്ന തീരുമാനം തന്നെയാണ് എന്റേത്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അല്ലേ? കൊല്ലം ഇളമാട് നടറോഡിൽ തമ്മിലടിച്ച് CPM നേതാക്കൾ. ലോക്കൽ കമ്മിറ്റി അംഗം നിതീഷും ബ്രാഞ്ച് സെക്രട്ടറി രജീവുമാണ് തമ്മിലടിച്ചത്. ഇളമാട് പുള്ളുണി ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇക്കഴിഞ്ഞ മാസം അവസാന വാരം CPM നേതാക്കൾ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഇളമാട് ലോക്കൽ കമ്മിറ്റി അംഗമായ നിതീഷും ബ്രാഞ്ച് സെക്രട്ടറി രജീവും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. പുള്ളുണ്ണി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയാണ് നിതീഷ്. ഉത്സവത്തിന്റെ ഘോഷയാത്രയിൽ കൊണ്ടുവന്ന പ്ലോട്ട് ഇടത്തറപ്പണയിൽ വെച്ച് ഒരു വിഭാഗം തടഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. തൊട്ടടുത്ത ദിവസം രാത്രിയിൽ ഇരുവരും നടു റോഡിൽ വെച്ച് തമ്മിലടിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ഇരുവർക്കുമെതിരെ പാർട്ടി നടപടിയുണ്ടായി. പാർട്ടി നടപടിക്കെതിരെ നിതീഷ് സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരുന്നു. ബാലസംഘം വില്ലേജ് കൺവീനറും ഇളമാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് കൂടെയാണ് നിതീഷ്. ഒരു കാരണവുമില്ലാതെയാണ് നടപടിയെന്നാരോപിച്ച് നിതീഷ് രാഷ്ട്രീയ വിശദീകരണ യോഗവും വെച്ചു. എന്നാൽ പോലീസ് യോഗത്തിന് അനുമതി നൽകിയില്ല. ഇതോടെ പ്രദേശത്തെ പാർട്ടിക്കുള്ളിൽ വിഭാഗീയ പ്രശ്നങ്ങൾ ശക്തമായിരിക്കുകയാണ്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിനും നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം. BJP പ്രവർത്തകരെ വെല്ലുവിളിച്ചും പോലീസിന് നേരെ വധഭീഷണി മുഴക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. ചാലശ്ശേരി പാലക്കൽ പീടികയിൽ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത്. ചാലശ്ശേരി പഞ്ചായത്തിലെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റാണ് മുഹമ്മദ് അലി. രാഹുൽ മാങ്കൂട്ടത്തിൽ തൃത്താലയിൽ വരുന്നുണ്ടെന്നും BJP RSSകാർ തടഞ്ഞു നോക്ക് എന്ന് വെല്ലുവിളിച്ചും പോലീസുകാർക്ക് നേരെ വധഭീഷണി മുഴക്കിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തതോടെയാണ് അറസ്റ്റ്. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനെതിരെ ബോധവൽക്കരണം ആരംഭിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം. ആരോഗ്യവകുപ്പുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെക്രട്ടറിമാർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകി. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങളിലല്ലാതെ വീടുകളിലും മറ്റു രഹസ്യ സ്ഥലങ്ങളിലുമുള്ള പ്രസവം ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണെന്ന കണക്കുകൾ ജനം TV പുറത്തുവിട്ടിരുന്നു. അതിന് ചില തീവ്ര മുസ്ലിം സംഘടനകളാണ് നേതൃത്വം നൽകുന്നതെന്നും വ്യക്തമായതാണ്. അതിനു പിന്നാലെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വീട്ടിലെ പ്രസവങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തണമെന്ന ആവശ്യവുമായി മലപ്പുറം താനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K പ്രതിഭ രംഗത്ത് വന്നത്. പ്രതിഭയുടെ ആവശ്യം പരിഗണിച്ച് ആരോഗ്യവകുപ്പുമായി ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും
വീട്ടുപ്രസവങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം ജോയിന്റ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് രേഖാമൂലം അടിയന്തര നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുവാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന വീട്ടുപ്രസവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശദമായി പഠിക്കുവാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകി. കോളേജുകളിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നതുപോലെ വീട്ടിൽ പ്രസവിച്ചവരെ പ്രദർശിപ്പിച്ച് വീട്ടുപ്രസവത്തെ പ്രോത്സാഹിപ്പിച്ച് മലപ്പുറത്ത് മാസങ്ങൾക്ക് മുമ്പ് രഹസ്യമായി നടത്തിയ പരിപാടിയെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസം പരാതിയും ലഭിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കൊളത്തൂർ ജയസിംഗ് നൽകിയ പരാതിയിൽ അന്വേഷണവും ആരംഭിച്ചു. ജനം, കോഴിക്കോട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ട് തേടിയാണ് വിജയിച്ചതെന്ന് CPM നേതാവ് AK ബാലൻ. RSSനും BJPക്കുമെതിരെ നിലപാട് പറയുന്ന രാഹുൽ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ പറയുന്നില്ല. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും AK ബാലൻ പാലക്കാട്ട് പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ ഒരു വീരവാദം മുടക്കുന്നുണ്ടല്ലോ. RSSകാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകില്ല, ഇരിക്കില്ല. RSSൻ്റെ എത്ര വോട്ട് അയാൾ വാങ്ങിയിട്ടുണ്ട്? BJPയുടെ 12,000 വോട്ട് വാങ്ങിയിട്ടുണ്ട് ഇല്ലേ? 6,000 വോട്ട് ജമാഅത്തിൻ്റെയും SDPൻ്റെയും വാങ്ങിയിട്ടുണ്ട്. 12,000 18,000 വോട്ട് അങ്ങനെ കിട്ടിയിട്ടാണ് MLA ആയത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ SDPIക്കും ജമാഅത്തിനും എതിരായിട്ട് എന്താ പറയാത്തത്? യാതൊരു സംശയവും വേണ്ട, ഇതിന് മറ്റൊരു തലയുണ്ട്. ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, ഒരു നിയമസമാധാന പ്രശ്നം ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. BJP സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ 600-ലേറെ നേതാക്കന്മാരെ ഇന്നലെ പ്രഖ്യാപിച്ചുവെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്. ഭാരവാഹി പ്രഖ്യാപനത്തിലൂടെ സംഘടനാ ശക്തി കൂടിയാണ് പ്രകടമാകുന്നതെന്നും 30 ജില്ലാ കമ്മിറ്റികളിലായി 21 ഭാരവാഹികളെ വീതം പ്രഖ്യാപിച്ചെന്നും S. സുരേഷ് പറഞ്ഞു. പ്രഖ്യാപനം പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും വികസിത കേരളം എന്ന പേരാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പുതിയ ടീമിന് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത കേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള പ്രവർത്തനത്തിനാണ് ടീം വികസിത കേരളം പ്രാധാന്യം നൽകുന്നതെന്നും S. സുരേഷ് വ്യക്തമാക്കി. ശബരിമലയിൽ പണി കഴിപ്പിക്കുന്ന പുതിയ കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. നിലവിലുള്ള ഭസ്മക്കുളം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ കുളം നിർമ്മിക്കുന്നത്. സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ കുളം നിർമ്മാണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ജനം TVയോട് പറഞ്ഞു. ശബരിമലയിൽ നിലവിൽ മാളികപ്പുറത്തേക്കുള്ള ഫ്ലൈ ഓവറിന് താഴെയുള്ള ഭസ്മക്കുളം കൂടാതെയാണ് രണ്ടാമത് കുളം നിർമ്മിക്കുന്നത്. 18-ാം പടിക്ക് താഴെ വലിയ നടപ്പന്തലിന് പുറകുവശത്ത് സ്ഥാപിക്കുന്ന പുതിയ കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തന്ത്രി കണ്ഠരര് രാജീവരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ചേർന്ന് നിർവഹിച്ചു. പുതിയ ഭസ്മക്കുളം എന്നാണ് ദേവസ്വം ബോർഡ് രണ്ടാമത് കുളത്തെ വിശേഷിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നിരുന്നു. രണ്ടാമത് കുളത്തെ ഭസ്മക്കുളം എന്ന് വിശേഷിപ്പിക്കാമോ എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി ഇങ്ങനെ: ഒരു ഭസ്മക്കുളമുണ്ട്, ഇവിടെ പുതിയ ഭസ്മക്കുളം, രണ്ടിനും ഭസ്മക്കുളം എന്ന് തന്നെ വിളിക്കാൻ സാധിക്കുമോ? അല്ല, അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നത്തിന് നമുക്കിപ്പോൾ ആ സാങ്കേതികത്വത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ഞങ്ങളുടെ വിഷയം ഒരു ദിവസം സീസണിൽ 100,000-ൽ പരം ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു ഭസ്മക്കുളം എന്ന് പറയുന്നത് നിങ്ങൾ താഴെ അവിടെ നമുക്ക് അത് നിലവിൽ അത് തുടരുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് വേണം. കൂടുതൽ സാങ്കേതിക വിദ്യയുടെ ശുദ്ധീകരണ സംവിധാനങ്ങളിൽ കൂടി, ആധുനിക സാങ്കേതിക വിദ്യ ശുദ്ധീകരണ സംവിധാനങ്ങൾ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ വരട്ടെ. ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ഉദ്ദേശം. അത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ ഉദ്ദേശം അതാണ്. അതിനാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്നത്. അത് ഭസ്മക്കുളമാണോ ഇത് ഭസ്മക്കുളമാണോ എന്നുള്ളതല്ല പ്രശ്നം. വിഷയം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം. 6 മാസം കൊണ്ട് കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശം. അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഒരു ആധുനിക സാങ്കേതിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഭസ്മക്കുളം ഒരുക്കുവാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ടും ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടുമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. കുംഭൻ രാശിയിൽ ഇപ്പോൾ ഒരു ഭസ്മക്കുളമുണ്ട്, അത് അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് മീനൻ രാശിയിൽ കൂടി ഒരു കുളം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട തന്ത്രിയും ഒക്കെ ചേർന്ന് നിർവഹിച്ചത്. ഇത് 6 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ സമിതിയുടെ അംഗീകാരത്തോടെ നിർമ്മിക്കുന്ന കുളത്തിന് 15.72 മീറ്റർ വീതിയും 21 മീറ്റർ നീളവും ഉണ്ടാകും. 13 അടി ആഴത്തിൽ നിർമ്മിക്കുന്ന കുളത്തിന് 5 അടി ആഴത്തിൽ വെള്ളം ഉണ്ടാകും. ജനം സന്നിധാനം. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം. സമ്മേളന പന്തലിന്റെ കാൽനാട്ട് കർമ്മം ചലച്ചിത്രതാരം രാധ നിർവഹിച്ചു.
ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ അടക്കമുള്ളവർ കാൽനാട്ട് കർമ്മത്തിൽ പങ്കെടുത്തു. KK കോട്ട പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് ഹിന്ദു മഹാസമ്മേളനത്തിന് വേദിയൊരുങ്ങുന്നത്. ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.